പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ ഭയപ്പെടേണ്ട എന്നൊക്കെ പറയുമ്പോൾ, സാരമില്ല എന്നൊക്കെ പറയുമ്പോൾ, കർത്താവ് അനുഗ്രഹിക്കും എന്നൊക്കെ പറയുമ്പോൾ, കർത്താവ് പ്രാർത്ഥന കേൾക്കും എന്നൊക്കെ പറയുമ്പോൾ, ഭയപ്പെടേണ്ട നമ്മൾ 1000 തവണ കേട്ടാലും നമ്മുടെ ഉള്ളിൽ അപ്പോഴും ചിലപ്പോൾ മാനുഷികമായ സംശയങ്ങൾ വരാം. ശരിയാണോ? ഇതൊക്കെ നടക്കുമോ? കർത്താവ് തരുന്ന ആദ്യത്തത് പറയാണ് ഭയപ്പെടേണ്ട. രണ്ടാമത്തത് വലിയൊരു സാധ്യതയെക്കുറിച്ച് കർത്താവ് പറയാണ്. നമ്മൾ പറയാണ് ഇത് വരണ്ട ഭൂമിയാണ്, ഇവിടെ ഇനി ഒന്നും നല്ലത് വരാനില്ല, ഈ വീട്ടിൽ ചിലപ്പോൾ അത്ഭുതങ്ങൾ ഇനി സംഭവിക്കില്ല, ജീവിത പങ്കാളി ഇനി മാറില്ല, മക്കൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ജീവിതം മുഴുവൻ നശിച്ചു പോയേക്കാം, എൻ്റെ കണ്ണുനീർ ഒരിക്കലും പറ്റില്ല എന്നൊക്കെ വിചാരിച്ച് ഈ വരണ്ട ഭൂമിയെ നോക്കി നഷ്ടധൈര്യരായി നിരാശപ്പെട്ട് നൈരാശ്യത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണ് കിടക്കുന്നവരോട് കർത്താവ് പറയാണ് ഈ വരണ്ട ഭൂമിയിൽ ഞാൻ നദികൾ ഉണ്ടാക്കും. പറഞ്ഞേ ഹല്ലേലൂയ. വാക്യം വായിച്ചേ. വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. പറയുന്നത് ഈശോയാണ്, കർത്താവിൻ്റെ വാക്കാണ് നമ്മളോട് പറയുന്നത്. നീ സാധ്യതയില്ലെന്ന് പറഞ്ഞു, ഇതിനകത്തുനിന്ന് ഒരു ജീവനുള്ളതൊന്നും ഇനി വരാനില്ലെന്ന് പറഞ്ഞു, ഇതിന് ഉത്തരം കിട്ടില്ലെന്ന് പറഞ്ഞു. കർത്താവേ, തപസ് ഒത്തിരി എടുത്ത് പ്രാർത്ഥിച്ചു, ഒത്തിരി തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോയി ചങ്കുപൊട്ടി ഞാൻ പ്രാർത്ഥിച്ചു, ഇനി സാധ്യതയില്ലെന്ന് നമ്മൾ വിധി കൽപ്പിച്ചുണ്ടാകാം. ആ വിധിയെ നോക്കി കർത്താവ് പറയാണ് നിന്റെ ഈ ദാരിദ്ര്യം, നിന്റെ ഈ പാവപ്പെട്ട അവസ്ഥ, ഐ ആം കൺസേൺഡ്, ഞാൻ ശ്രദ്ധാലുവാണ്, ഞാനിത് കാണുന്നുണ്ട്. ഉണങ്ങിയ നിലത്ത് ജലം, വരണ്ടുണങ്ങിയ ഒരു ഭൂമിയിൽ നദികളും ഞാൻ സൃഷ്ടിക്കും. പറഞ്ഞേ ഹല്ലേലൂയ.